പറയുന്നത് ഞങ്ങളെ തൗഹീദ് വരെ പേച്ചിരുന്നാണ്. അയാൾ പറയുന്നത് അറിയോ, അള്ളാഹു എവിടെ നൽമനാരോട് ചോദിച്ചിരിക്കുന്നു, പുയ്യാപ്പിളിനെ കാണായിട്ട് അമ്മോശം പരസ്യം കൊടുത്തമായിരുന്നു കേട്ടോളി. പേരാറില്ല അള്ളാഹു എവിടെ ഹെഡിങ്. എന്നിട്ട് ഇതിലെന്താ പറയുന്നത്? ഇതിൽ പറയുന്നത് സുബ്ഹാനല്ലാഹ്, അള്ളാഹു അർശിന് മുകളിൽ, അള്ളാഹു അർശിന് മുകളിൽ, അള്ളാഹു സിംഹാസനത്തിൽ ഉപവിഷ്ടനാണെന്നാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. അള്ളാഹു പറയുന്നു അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ, പരമകാരുണികൻ സിംഹാസനസ്ഥനായിരിക്കുന്നു. ത്വാഹ 5. അള്ളാഹുവിന്റെ സിംഹാസനം എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അള്ളാഹു ആകാശത്തിൽ, അടുത്ത ഹെഡിങ്. അള്ളാഹു ആകാശത്തിൽ, അടുത്ത ഹെഡിങ് ആണ്. അള്ളാഹു ആകാശത്തിൽ. അള്ളാഹു ആകാശത്താണെന്നുള്ളതിന് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ കാണാൻ സാധിക്കും. അള്ളാഹ് ആകാശത്തിലാണെന്നുള്ളതിനും ഒരുപാട് ഖുർആനിൽ ആയത്തുണ്ട്. കടവത്ത് വന്നൊരു യുക്തിവാദി വന്ന് പ്രസംഗിച്ചു കണ്ണൂർ ജില്ലയിൽ. എന്താ പ്രസംഗോ? അള്ളാഹ് ആകാശത്തിലാണ് എന്ന് ഈ മുസ്ലിമീങ്ങൾ പറയും. യുക്തിവാദിക്ക് എല്ലാം മുസ്ലിം അല്ലേ, ഒന്ന് മുജാഹിദാനുള്ള പേരുണ്ടോ അവരറിഞ്ഞിന്. അപ്പോ മുസ്ലിമീങ്ങൾ പറയുന്ന അള്ളാഹ് ആകാശത്തിലാണ്. എന്നാ യുക്തിവാദികളായ ഞങ്ങൾ ചോദിക്കട്ടെ, ഈ ആകാശം ആര് പടച്ചതാ, ആരുണ്ടാക്കിയതാ? നിങ്ങളെ ഖുർആൻ പറയുന്നത് ഖലഖസ്സമാവാതി വല്ലർദ, ആകാശവും ഭൂമിയും അള്ളാഹ് പടച്ചതാണ്. അള്ളാഹ് പടച്ച ആകാശത്തിലാ ഇപ്പൊ അള്ളാഹ് ഉള്ളത് എന്നാ നിങ്ങൾ പറയും. എന്നാ നിങ്ങളെ അള്ളാഹ്, യുക്തിവാദി ചോദിക്കുക, എന്നാ പിന്നെ നിങ്ങളെ അള്ളാഹ് പടച്ചേ അതേ ആകാശത്തിലാണെങ്കിൽ ഇത് പടക്കുന്നതിന് മുമ്പ് ഈ അള്ളാഹ് എവിടെയായിരുന്നു? യുക്തിവാദിയുടെ ചോദ്യ, ഇത് പടക്കുന്നതിന് മുമ്പ് അള്ളാഹ് എവിടെയായിരുന്നു? അപ്പൊ മുജാഹിദ് മൗലവിന്റെ മറുപടി, അത് അള്ളാഹ് നമ്മളൊക്കെ പുതിയ വീടൊക്കെ ഉണ്ടാക്കിയാ മാറി താമസിക്കൂലേ, അതുപോലെ പടച്ചവൻ മാറി ഇങ്ങോട്ട് താമസിച്ചു എന്നാ മൗലവിന്റെ മറുപടി. ഈ നിലക്ക് യുക്തിവാദികളെ കൊണ്ട് അല്ലാഹുവിനുള്ള വിശ്വാസം ചോദ്യം ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു പുതിയ ആശയം, അല്ലാഹ് സിംഹാസനത്തിന് മുകളിൽ ഇരിക്കുകയാണെന്നും അല്ലാഹ് ആകാശത്തിലാണെന്നും പറഞ്ഞിട്ട് ഖുർആനിന്റെ അർത്ഥം മുഴുവനും ദുർവ്യാഖ്യാനം ചെയ്ത്, ഹദീസിന്റെ അർത്ഥം ദുർവ്യാഖ്യാനം ചെയ്ത് ഇവിടെ പഠിപ്പിക്കുകയാണ് മുജാഹിദ്. ഈ മാസത്തെ ഈ അൽമനാറിലുള്ള ആശയമാണ് ഞാൻ പറയും. അപ്പോ അല്ലാഹു ഫിസ്സമാ, അല്ലാഹു ഉപരിലോകത്താണ്, അല്ലെങ്കിൽ മലയാളത്തിൽ ആകാശ ലോകത്താണ് എന്ന് പറഞ്ഞാൽ അത് ഖുർആനും ഹദീസും ദുർവ്യാഖ്യാനം ചെയ്ത വാദമാണ്. എന്താ വിഷയം? യുക്തിവാദി ചോദിച്ചു, ഇയാളല്ല യുക്തിവാദി, ഇയാളെ കൂടെ വേറെ ആർക്കും യുക്തിവാദില്ല. ആ യുക്തിവാദിയുടെ ചോദ്യം നിങ്ങളോടും ചോദിക്കൂലേ, നിങ്ങൾ അള്ളാഹ്ക്ക് കണ്ണുണ്ടോ? ഏയ് കണ്ണില്ല. നിങ്ങൾ അള്ളാഹ്ക്ക് കാലുണ്ടോ? ഏയ് കാലില്ല. നിങ്ങൾ അള്ളാഹ്ക്ക് കൈയുണ്ടോ? ഏയ് കൈയില്ല. അപ്പൊ നിങ്ങൾ അന്നേരം മുട്ടിക്കണ്ട. അവൻ ചോദിക്കുമല്ലോ യുക്തിവാദി, നിങ്ങൾ എന്താ മറുപടി അറിയാ? കണ്ണില്ലാതെ കാണുന്ന അല്ലാഹ്, കാതില്ലാതെ കേൾക്കുന്ന അല്ലാഹ് അല്ലേ? അപ്പൊ മുട്ടിക്കണ്ട തന്നെ. ഞങ്ങൾ അല്ലാഹുവിന്റെ ഖുർആനിൽ എന്താവുന്നത് അതങ്ങനെ തന്നെ വിശ്വസിക്കാം. കാന്തപുരം മുസ്ലിയാർ തന്നെ സുന്നി വോയിസിൽ എഴുതിയത് കേട്ടോ, അഹ്ലുസുന്ന വീക്ഷിച്ചു സിംഹാസനത്തിൽ ഉപവിഷ്ടരാവുക എന്നാൽ അറിയാം, പക്ഷെ അല്ലാഹുവിനെ സംബന്ധിച്ച രൂപം അറിയില്ല. അള്ളാഹു സിംഹാസനത്തിലാണ്, സിംഹാസനത്തിലാകുന്ന ഉപവിഷ്ടരാകുന്നെ, പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചതിന്റെ രൂപം നമുക്കറിയില്ല. അക്കാര്യം നിഷേധിക്കുന്നത് കുഫറാണ്. ആ കുഫറാ വിശ്വസിക്കൽ നിർബന്ധമാണ്. സിംഹാസനത്തിൽ ഉപവിഷ്ടനാവുക പോലുള്ള രൂപം അജ്ഞേയമായ കാര്യങ്ങളെ കുറിച്ചുള്ള സംസാരം ബിദ്അത്താണ്. അനസ് ഇബ്നു മാലിക്കും ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുമൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഈ വീക്ഷണം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ ഖുർആനിൽ 6ഓളം സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെ തന്നെ വിശ്വസിക്കുക. അതിന്റെ രൂപം അജ്ഞേയമാണ്, അതിനെക്കുറിച്ച് സംസാരിക്കൽ ബിദ്അത്താണ്, പുത്തനാചാരമാണ്. നിങ്ങൾ ചോദിക്കണ്ട അല്ലെങ്ങനെ ഇരിക്കുക, അല്ലെങ്ങനെ സിംഹാസനത്തിൽ ഇരിക്കുക എന്ന് ചോദിക്കുന്ന അല്ലാഹു അവന്റെ അർശ്, സിംഹാസനം എന്നുള്ള വാക്കെന്നെ പറയാൻ പറ്റില്ല, മലയാളത്തിൽ ഉള്ള വാക്കല്ലേ. അർശിൽ ഇസ്തിവാ ചെയ്തു എന്ന് പറഞ്ഞാൽ അതാണ് സലഫുകളെ വീക്ഷണം. എന്തായാലേ അഹ്ലുസുന്നയുടെ വീക്ഷണം എന്താ? അത് അങ്ങനെ തന്നെ വിശ്വസിക്കാം. അൽ ഇസ്തിവാഹു മഅലൂമുൻ, ഇസ്തിവാ അറിയപ്പെട്ടതാണ്. വൽ കൈഫു മജ്ഹൂലുൻ, അതിന്റെ രൂപം നമുക്ക് അറിയുകയില്ല. വൽ ഈമാനു ബിഹി വാജിബുൻ, അതിൽ വിശ്വസിക്കൽ നിർബന്ധമാണ്. അതേസമയം വസ്സുആലു അൻഹു, അതെങ്ങനെയാണ് എന്ന് ഒപ്പിച്ചുണ്ടാക്കിയിട്ട് അതുപോലെയുള്ള ഇതുപോലെയൊക്കെ ചോദിക്കൽ ബിദ്അത്താണ്. ഒരാളങ്ങനെ ചോദിച്ചപ്പോൾ ഇമാം മാലിക്കിന് ദേഷ്യം വന്നു. ഇമാം മാലിക് റഹ്മഹുല്ലാഹ് ഇയാളെ പുറത്താക്കുന്ന സദസ്സിൽ നിന്ന് ഇവൻ വൃത്തികെട്ടവനാണ് എന്ന് പറഞ്ഞത് ഹദീസിന്റെ കിതാബിൽ കാണാം. പിന്നെ അള്ളാഹ് എവിടെയെന്ന് ചോദിച്ചു. ആ ചോദ്യത്തെ അയാൾ കളിയാക്കുകയാണ്. പുയ്യാപ്പിളനെ കാണായിട്ട് അമ്മോശം പരസ്യം കൊടുത്തമായിരുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. കിതാബിൽ മസാജിദ് നിങ്ങൾ എടുത്തു നോക്കി 537ാമത്തെ ഹദീസ്. ഹദീസുൽ ജാരിയ, അടിമ സ്ത്രീയെ സംബന്ധിക്കുന്ന ഹദീസ്. മുആവിയ ഇബ്നു ഹഖം അസ്സുലമി റളിയല്ലാഹു അൻഹു
റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് പറയാൻ വേണ്ടി എനിക്കൊരു അടിമ സ്ത്രീ ഉണ്ട്, അവിടെ ഞാൻ വല്ലാതെ പ്രഹരിച്ചു, അടിച്ചു, പിന്നെ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. ഖുൽതു യാ റസൂലല്ലാഹ് അഫലാ ഉഅതിഖുഹാ, ഞാൻ അവളെ മോചിപ്പിക്കട്ടെ, അടിമത്തത്തിൽ സ്വതന്ത്രയാകട്ടെയോ? കാല നബി പറഞ്ഞു ഇത്തിനി ബിഹാ, അവളെ എന്റെ അടുത്ത് കൊണ്ടുവാ. ഫാതൈതുഹു ബിഹാ, ഞാൻ അവളെ കൊണ്ട് ചെന്നു. ഫഖാല ലഹാ, റസൂൽ അവരോട് പെണ്ണിനോട് ചോദിച്ചു, ഐനല്ലാഹ്, അല്ലാഹു എവിടെ? ചോദ്യം തന്നെ പാടില്ല എന്നാ പേരോട് പറയുന്നത്. ചോദ്യം തെറ്റാണെങ്കിൽ ആർക്കാ തെറ്റിയത്? അള്ളാന്റെ റസൂലിന് തെറ്റി. അതല്ലേ ഇതിന്റെ അർത്ഥം? ഐനല്ലാഹ് ഖാലത്ത് ഫിസ്സമാ, എന്താ പേരോടെ അർത്ഥം? ഫിസ്സമാ എന്നാ നിങ്ങളെ പരിഭാഷയിൽ ആകാശത്തിൽ. ആകാശം നമ്മളെ അള്ളാഹുവിന്റെ സൃഷ്ടിയായ ആകാശം എന്നതിന് അർത്ഥമല്ല, ഉപരിലോകം എന്നതിന് അർത്ഥമുള്ളൂ. ആകാശം എന്ന് മലയാളത്തിൽ പറയാൻ അർത്ഥമുള്ളൂ. ഖാലമൻ അന, രണ്ടാമത്തെ ചോദ്യം റസൂൽ ചോദിച്ച പെണ്ണിനോട് ഞാൻ ആരാണ്? അന്ത റസൂലുള്ളാഹ്, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണ്. ഖാല അഅതിഖ്ഹാ, അവളെ നീ മോചിപ്പിച്ചേക്ക്. ഫഇന്നഹാ മുഅ്മിനത്തുൻ, അവൾ സത്യവിശ്വാസിനിയാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ മംഫിസ്സമായി എന്നത് ആ പെണ്ണ് മനസ്സിലാക്കിയിട്ടുണ്ട്. ആട് നോക്കുന്ന പെണ്ണ്, ഒരു ദർശന ബോധ്യത്തില്ലാത്ത ആട്ടിടയത്തിൽ പെണ്ണിനറിയുന്ന കാര്യം പോലും ഇവിടുത്തെ വലിയ വലിയ മൗലാനമാർക്കറിയില്ല. ഇതല്ലേ വസ്തുത? വേണ്ട, അർശിനെ അർറഹ്മാനു അലൽ അർശിസ്തവ എന്നതിന് നിങ്ങളെ പരിഭാഷകളിലൊക്കെ എന്താ അർത്ഥം കൊടുത്തത്? അള്ളാഹു സിംഹാസനത്തെ തന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ ഒതുക്കിയിരിക്കുന്നു, അർശിന്റെ മേൽ അള്ളാഹു ആധിപത്യം നടത്തിയിരിക്കുന്നു, അർശിനെ അള്ളാഹു കീഴടക്കിയിരിക്കുന്നു. ഇതൊക്കെ സഹാബികൾ പറഞ്ഞതാ. അള്ളാഹു എവിടെ നിങ്ങളോട് ഒരാൾ ചോദിച്ചാൽ ചോദ്യം തന്നെ തെറ്റാണ്. അങ്ങനെ സഹാബി പറഞ്ഞോ? നബി പറഞ്ഞോ? അള്ളാഹു അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്നല്ല നിങ്ങൾ പറയുന്നത്. അതാരവാദ? മുഅ്തസിലിയാക്കളെയും ജഹ്മിയാക്കളെയും വാദമാണ്. അല്ലാഹു ഫി കുല്ലി മകാൻ, അല്ലാഹ് എല്ലായിടത്തും ഉണ്ട്. ഞങ്ങൾ പറയുന്നത് സഹാബികൾ പറഞ്ഞാണ് അല്ലാഹ് എല്ലായിടത്തും ഉണ്ട് എന്ന് പറഞ്ഞ ഒരു സഹാബിന്റെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇവിടെ വന്ന് പ്രസംഗിക്കുക, വലിയ പള്ളിയൊക്കെ ഉണ്ടാക്കി നടക്കുന്നുണ്ടല്ലോ, ഇവിടെ വന്നിട്ട് പറയും ഒരൊറ്റ സഹാബി അല്ലേ? നിങ്ങൾ പറയുന്നു സഹാബികൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം. സഹാബികളെ വിശ്വാസം നിങ്ങളെ ജീലാനി തന്നെ പറയുന്നത് കേട്ടോളൂ. വയംബഗി ഇത്ലാഖു സിഫത്തിൽ ഇസ്തിവാഇ മിൻ ഗൈരി തഅ്വീലിൻ, അള്ളാഹുവിന്റെ ഇസ്തിവ എന്ന വിശേഷണം ഒരു വ്യാഖ്യാനവും കൂടാതെ നിരുപാധികം പറയൽ നിർബന്ധമാണ്. വഅന്നഹു ഇസ്തിവാഉ ദാത്തി അലൽ അർശ്, അള്ളാഹുവിന്റെ ദാത്ത് അർശിന്മേൽ ഇസ്തിവ ചെയ്യലാണത്. ലാ അലാ മഅനൽ ഖുഊദി വൽ മുമാസ്സതി കമാ ഖാലത്തിൽ മുജസ്സിമതു വൽ കറാമിയ, അള്ളാഹുവിന്റെ ശരീരം സങ്കല്പിക്കുന്നവരും കറാമിയാക്കളും പറയുന്നത് പോലെ ഇരിക്കുക അല്ലെങ്കിൽ അർശിനെ സ്പർശിക്കുക എന്ന അർത്ഥത്തിലല്ല. വലാ അലാ മഅനൽ ഉലുവി വജിഫ, സിംഹാസനത്തിന് മീതെയാവുക എന്ന് അശ്അരി കമാ ഖാലത്തിൽ അശ്അരിയ, ഇവർ പറഞ്ഞു ഞങ്ങൾ അശ്അരി തരീഖത്താണ്. ആ അശ്അരി തരീഖത്തിൽ അർത്ഥം പറഞ്ഞു നോക്കുമ്പോഴോ മുഅ്തസിലിയാക്കളെ വാർത്തക്ക് ഞാൻ വരുന്നുണ്ട്. വലാ അലാ മഅനൽ ഇസ്തിലാഇ വൽ ഗലബ, ആധിപത്യം നടത്തി കീഴടക്കി എന്ന അർത്ഥത്തിലുമല്ല. കമാ ഖാലത്തിൽ മുഅ്തസിലത്തു, മുസ്ലിം ബുദ്ധിജീവികൾ യുക്തിവാദികളായി അറിയപ്പെട്ട മുഅ്തസിലിയാക്കളെ പോലെ അഹ്ലുസുന്നത്ത് ധരിച്ചു പോയ മുഅ്തസിലിയാക്കളെ വാദമാണത്. ലിഅന്ന ശർഅ ലം യരിദ് ബിദാലിക, കാരണം ശരീഅത്തിൽ അത് വന്നിട്ടില്ല. വലാ നുഖിലൻ അഹദ് മിനസ് സഹാബത്തി വത്താബിഈൻ, സഹാബികളും താബിഈകളും ഒരാളിൽ നിന്ന് പോലും ഇങ്ങനെ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ഇസ്തവ എന്നതിന് ഇസ്തൗല, ഗലബ എന്ന അർത്ഥം ഒരൊറ്റ സഹാബി ഒറ്റ താബിയും പറഞ്ഞിട്ടില്ല. ആരാ പറയുന്നത്? ജീലാനി, അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മഹുല്ലാഹ്, മിൻ അസ്ഹാബിൽ ഹദീസ്, ഹദീസിന്റെ സഹാബികളിൽപ്പെട്ട. ബലിൽ മഖൂൽ അൻഹു ഹംദുഹു അലൽ ഇസ്ലാം, അവരിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് നിരുപാധികം അതിനെ ആ അർത്ഥകൽപ്പന നടത്തലാണ്. ഇസ്തവ അല്ല അർത്ഥം പറയൽ മാത്രം എങ്ങനെയെന്ന് ചോദിക്കാൻ പാടില്ല. ഉണ്ടോ? അള്ളാഹു ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റഹ്മത്ത് ഇറങ്ങുക, അള്ളാന്റെ കൂലി ഇറങ്ങുക. എങ്ങനെ വ്യാഖ്യാനിച്ചിട്ടെങ്കിൽ അള്ളാഹു ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഇറങ്ങുക എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ലാ ബിമഅനാ നുസൂലി റഹ്മത്തിഹി വസവാബിഹി, അള്ളാഹുവിന്റെ പ്രതിഫലം ഇറങ്ങുക, അള്ളാഹുവിന്റെ കാരുണ്യം ഇറങ്ങുക എന്ന അർത്ഥത്തിലല്ല. അലാ മത്തഅതു വൽ മുഅ്തസിലതു വൽ അശ്അരിയ, മുഅ്തസിലിയാക്കളും അശ്അരിയാക്കളും വാദിക്കുന്നത് പോലെ. അറിയങ്ങൾക്ക് അപ്പൊ ഏത് മദ്ഹബിലാണ്? ജീലാനിന്റെ ആണ്ടും അടിയന്തരവും മാലയും മൗലൂദും പറഞ്ഞ് കാശുണ്ടാക്കിയ പോരാ, ജീലാനിന്റെ കിതാബ് ഒന്ന് വായിച്ചു നോക്കണം. അതിൽ ജീലാനി പറഞ്ഞത് എന്താണെന്ന് അറിയണം. അദ്ദേഹം എവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു അള്ളാഹുവിന്റെ രണ്ട് കൈയുണ്ട്. വലിയ ആക്ഷേപമാണ്. സക്കരിയ സലാഹി പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ രണ്ട് കൈയും യമീനാണ്. അപ്പോ മുസ്ലിയാക്കന്മാർ അള്ളാനെ മനസ്സിലാക്കുന്നത് ഒരു സിദ്ധിയെ പോലെയാണ്, ഒരു മുസ്ലിയാരെ പോലെയാണ്. മുസ്ലിയാരെ പോലെ മനസ്സിലാക്കിയ രണ്ട് കൈയും വലത്, അപ്പൊ ഒരു അംഗവൈകല്യം പറ്റിയ ആളെ മാതിരിയല്ലേ. അള്ളാൻ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഇതാ നിങ്ങള് ഉഞ്ഞത്ത് താലിബീനിൽ ജീലാനി തന്നെ എഴുതുന്നു, ലഹു യദാനി വകിൽതാ യദൈഹി യമീനുൻ,
അള്ളാഹുവിന് 2 കൈകളുണ്ട്. ആ 2 കൈകളും യമീനാണ്. ഇബ്നു ഖുസൈമ നിങ്ങളുടെ ശാഫി മദ്ഹബുകാരനല്ലേ, അദ്ദേഹത്തിന്റെ കിതാബ് തൗഹീദിൽ അതാ പറയുന്നു ലാ ശിമാല ഫീഹിമാ, അതിൽ 2 കൈകളിൽ ഇടതില്ല, രണ്ടും യമീനാണ്. അപ്പൊ സക്കരിയ സലാഹി പറഞ്ഞാൽ അത് അഹ്ലുസുന്നത്ത് പുറത്ത്. നിങ്ങളെ ഹംബലി മദ്ഹബിനും ശാഫി മദ്ഹബിനും പ്രവർത്തിച്ച ജീലാനി പറഞ്ഞാലോ അത് സഹീഹ്. ഇബ്നു ഖുസൈമ പറഞ്ഞാലോ അത് നിങ്ങൾക്ക് പറ്റും അല്ലേ? അപ്പൊ നിങ്ങൾ ആരെ മദ്ഹബിലാ? ഒരു മദ്ഹബും നിങ്ങൾക്കില്ല. ഈ വിഷയത്തിലൊക്കെ സലഫുകളുടെ നിലപാട് റസൂലും സഹാബത്തും കാണിച്ചെന്നത് എങ്ങനെയാണോ ഉള്ളത് അങ്ങനെ അംഗീകരിക്കാനാണ്. ഇവർ പലയിടത്തും വായിക്കുന്നുണ്ട്. അൽമനാർ 1952 പറഞ്ഞിട്ടുണ്ട് അള്ളാഹ്ക്ക് സ്ഥലമുണ്ട്, അള്ളാഹ്ക്ക് ഭാഗമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ മുബത്തദിയായ കാഫിറാണ്. കാഫിറായ മുബത്തദിയാണ്. ശരിയാണ്, അത് മുജസ്സിമയാക്കളെ പറ്റി പറഞ്ഞതാണ്. അള്ളാഹ്ക്ക് ശരീരമുണ്ടെന്ന് വാദിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പറഞ്ഞതാണ്. അതിൽ യാതൊരു മാറ്റവുമില്ല. അള്ളാഹ്ക്ക് അവയവങ്ങളുണ്ട് ഞങ്ങൾ വിചാരിക്കുന്നില്ല. അവയവം എന്നത് മനുഷ്യ ശരീരത്തിന്റെ പ്രത്യേകതയാണ്. അള്ളാഹുവിന്റെ യദ് അല്ലെങ്കിൽ അവന്റെ രിജ്ല് അല്ലെങ്കിൽ അവന്റെ സാഖ് എന്നൊക്കെ പറഞ്ഞാൽ അത് അവന്റെ വിശേഷണങ്ങളാണ്. നമ്മളെപ്പോലെ അവയവങ്ങളല്ല. ശരീരമുള്ളവർക്കല്ലേ അവയവം ഉണ്ടാകുള്ളൂ. അള്ളാഹ്ക്ക് ശരീരമുണ്ടോ? പിന്നെ അള്ളാഹ്ക്ക് അവയവം ഉണ്ടാകുക? അപ്പൊ അള്ളാഹ്ക്ക് അവയവമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഖുർആനിൽ പറഞ്ഞത് അള്ളാഹുവിന്റെ 2 കൈകൾ, അത് അള്ളാഹുവിന്റെ സിഫത്താണ്. ഒരിക്കലും അത് ഈ നിങ്ങൾ പറയുന്നത് പോലെ അവയവം